എൻ്റെ വൈഫ് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് എന്നെക്കുറിച്ച് എന്തോരം വേണ്ടാതീനങ്ങൾ പറഞ്ഞെന്നറിയാവോ? ഞാൻ ഇതുവരെ അതിന് മറുപടി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? അത് ചോദിച്ചില്ല കേട്ടോ, ഞാൻ പറയാം. അല്ല ഇപ്പൊ അതെ, ആ ഒരു ആങ്കർ ആ ഒരു ചോദ്യം മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അതെന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ മുഴുവനായിട്ട് ആ ഒരു ആങ്കർ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിൽ നടക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിക്കാതിരുന്നത് എന്ന് ആങ്കർ പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ ചേട്ടൻ്റെ ഇൻറ്റൻഷൻ അവിടെ വളരെ ക്ലിയർ ആണ്. കാര്യം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്തപ്പോൾ, അങ്ങനെ നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ ചേട്ടൻ പറയുമ്പോൾ പുള്ളിയുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ്. അതായത് സിബിൻ ചേട്ടൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നുണ്ട് സിബിൻ ചേട്ടൻ്റെ ഭാഗം തൻ്റെ വൈഫായിട്ടുള്ള ചിഞ്ചു ചേച്ചിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുള്ളത് പുള്ളിക്ക് ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് സംസാരിക്കുന്നത്, തൻ്റെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് പറയുന്നത് യാതൊരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ പുള്ളി അതിനകത്ത് വന്ന് പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കിന് കുറച്ചൊക്കെ സത്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, സിബിൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുഴുവൻ വീഡിയോയുടെ ആ ഒരു ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ മാത്രം വെച്ച് നമുക്ക് റിയാക്ട് ചെയ്യാം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ, കുറേ ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ സിബിൻ ചേട്ടൻ്റെ വൈഫായിട്ടുള്ള ചിഞ്ചു ചിഞ്ചു ചേച്ചിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ശേഷമാണ് റീസെൻ്റ്ലി സിബിൻ ചേട്ടൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ വൈഫ് യൂട്യൂബിൽ വന്നിട്ട് എന്നെക്കുറിച്ച് എന്തോരം വേണ്ടാതീനങ്ങൾ പറഞ്ഞെന്നറിയാവോ? അതെ, യൂട്യൂബിൽ വന്നിരുന്നിട്ട് സിബിൻ ചേട്ടനെ പറ്റിയിട്ട് എന്തോരം വേണ്ടാധീനങ്ങൾ പറഞ്ഞു എന്നുള്ളത്. എന്തൊക്കെയാണ് സിബിൻ ചേട്ടൻ ആ ഒരു വേണ്ടാധീനങ്ങൾ? അപ്പം സിബിൻ ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ടാധീനങ്ങളല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിഞ്ചു ചേച്ചിക്ക് ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബിൻ ചേട്ടൻ ഇതുപോലെ പല ഇൻ്റർവ്യൂസിലും നമ്മൾ മുമ്പ് റിയാക്ട് ചെയ്തിരുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഏത് ചാനലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആ ഒരു ഇൻ്റർവ്യൂവിനകത്തും പോയിരുന്നിട്ട് ചിഞ്ചു ചേച്ചിയെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് മൂപ്പൻസ് വ്ലോഗിലൂടെ ശരത്തേട്ടൻ്റെ അടുത്ത് സിബിൻ ചേട്ടന് കുറേ കാര്യങ്ങളാണെങ്കിൽ ചെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ചിഞ്ചു ചേച്ചിക്ക് എൻ്റെ വൈഫിനാണെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കോടതിയിലെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൾ കോടതിയിൽ വരാറില്ല, പിന്നെ വലിയ ഭീമമായിട്ടുള്ള എമൗണ്ട് ചോദിച്ചു, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ സിബിൻ ചേട്ടൻ വന്നിട്ട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ചിഞ്ചു ചേച്ചിയുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് സത്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലേ? ചേച്ചി വിത്ത് എവിഡൻസ് ആണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. എന്തൊക്കെയോ വേണ്ടാധീനങ്ങൾ പറയുന്നത് സിബിൻ ചേട്ടൻ പറയുന്ന പോലെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എല്ലാ കാര്യങ്ങൾക്കും ചേച്ചിയുടെ കയ്യിലൊരു എവിഡൻസ് ഉണ്ട്. അതെല്ലാം കാണിച്ചുകൊണ്ടാണ് ചേച്ചി പറയുന്നത്. ആൻഡ് ചേച്ചിക്കാണെങ്കിൽ ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥലത്തും പോകുന്നിടത്തെല്ലാം ആണെങ്കിൽ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിലേക്ക് പല ആളുകൾ ചേച്ചിയെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാര്യം ഒരു രാത്രിക്കൊക്കെ എത്രയാണ് റേറ്റ് എന്നുള്ള രീതിയിലേക്ക് പല ആളുകൾ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത്, അതും ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ കാരണമാണ് പല ആളുകളും ആ രീതിയിൽ ചേച്ചിയെ ചിത്രീകരിച്ചതും അങ്ങനെ ഒരു അവസ്ഥ ചേച്ചിക്ക് ഉണ്ടാകുന്നത്. അപ്പം ചേച്ചിക്ക് ചേച്ചിയുടെ ഭാഗം പറയാനുള്ളൊരു ന്യായം ഇവിടെ ഇല്ലേ ചേട്ടാ? അപ്പം അങ്ങനെ ഒന്നും ചേട്ടന് പറയാൻ പറ്റത്തില്ല വേണ്ടാധീനം പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾ എഡിറ്റ് ചെയ്ത് വിടണേ പ്ലീസ്. അതെ, എഡിറ്റ് ചെയ്ത് വിടണേ നിങ്ങൾ ഇതെന്നുള്ളത് ഷുവർ. അപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, ഇങ്ങനെ വന്ന് വേണ്ടാധീനങ്ങൾ പറയുന്നു എന്നുള്ളത്. അപ്പം ചേട്ടൻ ഇതിനകത്ത് പറയുന്നു എഡിറ്റ് ചെയ്ത് വിടണേ, അതായത് കട്ട് ചെയ്ത് കളയരുത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, ഈ ചിഞ്ചു ചേച്ചിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ഡാനി സത്യൻ എന്ന് പറയുന്ന ബ്രോയുടെ യൂട്യൂബ് ചാനലിലായിരുന്നു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ വന്നതിന് ശേഷം ചേട്ടൻ പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണിക്ക് ഡാനി ബ്രോയുടെ വീട്ടിലെത്തിയപ്പോൾ ഡാനി ബ്രോ ഇവിടില്ല, ഡാനിയുടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഡാനി ബ്രോയുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഡാനി ബ്രോ ഉള്ള തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ചേട്ടൻ വെളുപ്പിനെ 3 മണിക്ക്, ഓർക്കണം പകലൊന്നും അല്ല, വെളുപ്പിനെ 3 മണിക്ക് ഡാനി ബ്രോയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് ഡാനി ബ്രോ ഉള്ള സ്ഥലത്തേക്ക് ചെന്ന് അവിടുന്ന് ഡാനി ബ്രോയെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് ആ ഒരു വീഡിയോ, അതായത് ചിഞ്ചു ചേച്ചിക്ക് പറയാനുള്ള ഓരോ കാര്യങ്ങളും ഡാനി ബ്രോയുടെ വീഡിയോയ്ക്കകത്തോട് അപ്ലോഡ് ആവുകയും ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും ശരി ഇന്നതൊക്കെയാണെന്നും സിബിൻ ചേട്ടൻ ഡാനി ബ്രോയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഡാനി ബ്രോയ്ക്കൊക്കെ ആ സത്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്. ചേട്ടൻ മുഴുവൻ ഇതേ രീതിയിൽ പറഞ്ഞുള്ള രീതിയിൽ ആക്കി മാറ്റി വെച്ചതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെളുപ്പിനെ 3 മണിക്ക് ചെന്നിട്ട് ചേട്ടൻ ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കാനുള്ളത്. അപ്പം ചേട്ടൻ അങ്ങനെ ചെയ്ത ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് പറയുകയാണ് എഡിറ്റ് ചെയ്ത് വിടണേന്ന്. അതായത് ചിഞ്ചു ചേച്ചിക്ക് പറയാനുള്ള ഭാഗങ്ങൾ ആരും കേൾക്കണ്ട, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ബാക്കിയുള്ള ആളുകൾ കേട്ടാൽ മതിയല്ലേ? നല്ല ഇൻറ്റൻഷൻ ചേട്ടാ. ആക്ച്വലി കോൺടാക്റ്റഡ് സംബഡി ഫ്രം ദിസ് ജാസ്മിൻസ് ആർമി, പേര് നിയാസ്. സോ വാട്ട്, ജാസ്മിൻ ആർമിയിലുള്ള, അതായത് സിബിൻ ചേട്ടൻ എവിക്റ്റ് ആയിട്ട് പുറത്ത് വന്നപ്പോഴത്തേക്കിന് ജാസ്മിൻ ആർമിയിലുള്ള നിയാസ് എന്ന് പറയുന്ന ആരെയോ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞു. സോ വാട്ട്. ആൻഡ് ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു പല ചാനൽസിലാണെങ്കിൽ ഇൻ്റർവ്യൂവിനാണെങ്കിൽ ചേച്ചി ട്രൈ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചേച്ചി പല ചാനലിലും ഇൻ്റർവ്യൂവിന് എന്താ പറയുക, ഒരു ചാനൽ, ഞാൻ അതിൻ്റെ പേര് പറഞ്ഞില്ല, അതിനകത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിന് മ്യൂട്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ആ ഒരു ചാനലിൻ്റെ പേര് ഞാനും പറയുന്നില്ല.
അപ്പോൾ ഈ ഒരു ചാനലിൽ ചേട്ടൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ ഒരു ചാനലിൽ ഉള്ളതുകൊണ്ട് ചേട്ടൻ വിളിച്ച് ബ്ലോക്ക് ചെയ്തതാണോ ചേട്ടാ ചിഞ്ചു ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ചിഞ്ചു ചേച്ചിയുടെ ഇൻ്റർവ്യൂ എടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടനാണോ അവിടെ വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്? നിയാസ് എന്ന് പറയുന്ന ആരോ കോൺടാക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, സോ വാട്ട്? അതുകൊണ്ടൊക്കെ എന്താണ് ഇപ്പോൾ പ്രശ്നം? എന്താണ് ഏതോ ഒരാളെ കോൺടാക്ട് ചെയ്തു, അല്ലെങ്കിൽ ജാസ്മിൻ ആർമിയിലുള്ള ഒരാളെ കോൺടാക്ട് ചെയ്തു, സോ വാട്ട്? എന്താണ് ചേട്ടൻ്റെ പ്രശ്നം? ചേട്ടന് അപ്പോൾ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളെ ചേട്ടൻ ഭയക്കുന്നുണ്ട്. എന്താണ് ചേട്ടാ ഈ വലിയ വലിയ കാര്യങ്ങൾ ചേട്ടൻ ഭയക്കുന്നത്? ഞങ്ങൾ പിരിഞ്ഞ താമസിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഈ 5 വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പം എങ്ങനെയാണ് വന്നത്? ചേട്ടാ 5 വർഷം ഇല്ലാത്ത പ്രശ്നമല്ല ചേട്ടാ ഇത്. ചേച്ചി വളരെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടനുമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. ഈ വർഷങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ചേച്ചി വിത്ത് എവിഡൻസ്, ഈ പറയുന്ന നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കാര്യമാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി വിത്ത് എവിഡൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്ന് സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായതിൻ്റെ ഒരു സാഹചര്യം, ചേട്ടൻ ഇതുപോലെ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പം ഈ ഒരു ചാനലിലൂടെ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ആ ഒരു ആങ്കർ ചോദിച്ചിട്ടില്ല. അപ്പോൾ ചേട്ടൻ്റെ ക്ലാരിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ട് ചേട്ടൻ പറയുമ്പോൾ, ചേട്ടൻ ആ ഒരു ചോദ്യം ചോദിക്കാതെ തന്നെ ചേട്ടൻ പറയുമ്പോൾ ജെന്യുവൻലി ഉള്ള കാര്യങ്ങൾ വേണ്ട ചേട്ടൻ സംസാരിക്കാനൊക്കെ ഉണ്ട്. കാര്യം ഇതിൻ്റെ ചേച്ചിയുടെ ഭാഗം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കേട്ട ഒരാളെന്ന നിലയിലേക്ക് ചേട്ടൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ഡൈജസ്റ്റ് ആവില്ല ചേട്ടാ. കാര്യം ചേച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും വിത്ത് എവിഡൻസ് പ്രൂഫോടെയാണ് സംസാരിക്കുന്നത്. She was asking like, this is how divorce works. Give me money, I'll stop talking. അതെ, ഭീമമായിട്ടുള്ളൊരു എമൗണ്ട് ചേച്ചി ചോദിച്ചു എന്നുള്ളതാണ് സിബിൻ ചേട്ടൻ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത്. എൻ്റെ പൊന്ന് സിബിൻ ചേട്ടാ, ചേട്ടൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും ചേച്ചിയുടെ ഫാമിലിയുടെ കയ്യിൽ നിന്നും ഒക്കെ ചേട്ടൻ്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നിട്ടുള്ള ആ ഒരു എമൗണ്ട് മാത്രമാണ് ചേച്ചി തിരിച്ച് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് ചേട്ടന് കൊടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ചേട്ടൻ പിന്നീട് പറയുന്നത് ഭീമമായിട്ടുള്ള തുക എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്നു ഡിവോഴ്സിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലേക്ക് അന്ന് ചേട്ടൻ മൂപ്പൻസ് വ്ലോഗിന് അയച്ചു കൊടുത്ത ആ ഒരു വോയിസ് ക്ലിപ്പിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം മൂപ്പൻസ് വ്ലോഗിൽ ശരത്തേട്ടൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരത്തേട്ടൻ്റെ ഇത് ഞാനൊന്നും പറഞ്ഞില്ല. കാര്യം ചേട്ടൻ അയച്ചു കൊടുക്കുന്ന ഇൻഫർമേഷൻസ് മാത്രമേ ശരത്തേട്ടന് പുറത്തു വിടാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ശരത്തേട്ടനൊന്നും ഗണിച്ചറിഞ്ഞതല്ല, ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, അപ്പം ചേട്ടന് ഇതുപോലെ പല സ്ഥലത്തും പല രീതിയിൽ പല കാര്യങ്ങളും എന്ന് പറയാം. പക്ഷേ ചേച്ചിക്ക് എവിടെ വന്നൊന്നും പറയാൻ പാടില്ല അല്ലേ? എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എൻ്റെ മോനെ ഞാൻ നോക്കാതിരുന്നു എന്നൊന്നും വേണ്ടാത്തരം പറയും. അത് പറയല്ലേ ചേട്ടാ, അത് മാത്രം ചേട്ടൻ പറയല്ലേ. കാര്യം മകൻ്റെ കാര്യം ഞാനൊന്നും സംസാരിക്കുന്നില്ല. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൻ്റെ കാര്യം ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ. ചേട്ടന് ഇല്ലാത്ത കഥ ചേച്ചി പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കും ചേട്ടൻ മനസ്സിലാക്കേണ്ടത്, ചേട്ടാ ഇതിൻ്റെയൊക്കെ ഫുൾ ഈ പറയുന്ന എവിഡൻസ് കാര്യങ്ങളൊക്കെ ചേച്ചി എന്നെ കാണിച്ചിട്ടുള്ളതാണ്. ഇതാരാണ് ഈ വ്യക്തി എന്നും എന്താണെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് ചേച്ചി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പം ചേച്ചി വീഡിയോയ്ക്കകത്താണെങ്കിൽ വാക്കുകൾ കൊണ്ട് മാത്രം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ, ഇപ്പം എല്ലാവരുടെ അടുത്തുമായിട്ട് ഓഡിയൻസിൻ്റെ അടുത്താണെങ്കിൽ എല്ലാവരും കേൾക്കുക സംസാരിക്കുമ്പോൾ എവിഡൻസ് കാര്യങ്ങൾ വെച്ചിട്ടില്ല, വാക്കുകൾ കൊണ്ട് മാത്രമേ ചേച്ചി സംസാരിച്ചിട്ടുള്ളൂ. ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ആളുകളുടെ ആരാണെന്നും എന്താണെന്നും പുറത്ത് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ചേച്ചി ചെയ്യുമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ചേട്ടൻ ഇവിടെ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതില്ലാക്കാതെ ഉണ്ടാക്കി പറയുകയാണെന്ന് പറയുമ്പോഴത്തേക്കിന് ചേട്ടാ ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ എനിക്കിതൊരിക്കലും ഡൈജസ്റ്റ് ആവില്ല ചേട്ടാ. ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് കള്ളത്തരമൊക്കെയാണ് ചേട്ടൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ എന്ന് പറയുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ ചേട്ടന് വേണമെങ്കിൽ ഫൂളാക്കാം. ഓക്കെ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കാര്യങ്ങളൊക്കെ ചേച്ചി നമ്മളെ കാണിച്ച ഒരു സ്ഥിതിക്ക് നമ്മളെ ഒരിക്കലും അങ്ങനെ ചേട്ടനെ ഫൂളാക്കാൻ പറ്റില്ല ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ നിന്ന് വെളുപ്പിച്ച് ചേട്ടൻ ഞങ്ങൾ ഒരുപാട് മാന്യനാവരുത്. This is a request to her. This is a request I am sending to you. Do not do this. ഇത് പബ്ലിക്കിൽ സംസാരിക്കേണ്ട കാര്യമല്ല. നമ്മൾ വീട്ടിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങളാണ്. അത് നമുക്ക് പ്രൈവറ്റ് സ്പേസിൽ സംസാരിക്കാം, പരിഹാരം ഉണ്ടാക്കാം. പ്രൈവറ്റ് സ്പേസിൽ സംസാരിക്കാം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെയെങ്കിൽ ചേട്ടൻ എന്തിനാണ് ചേട്ടാ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇതേപോലെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ ചേട്ടൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അങ്ങനെ ചിഞ്ചു ചേച്ചിയുടെ ഈ ഒരു എന്താ പറയുക, ഇങ്ങനൊരു വീഡിയോ വരുന്ന സമയത്തേക്കിന് ചേട്ടന് നേരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് വരൂ ചിഞ്ചു, നമുക്ക് ഒരുമിച്ചിരുന്ന് ഇത് സോർട്ട് ചെയ്യാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നുകൊണ്ട് ഒരു ചോദ്യം അയാൾ ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കയറി പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇതേ നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ പബ്ലിക്കിൽ വന്ന് പറയുന്നത് ഇപ്പം ചേട്ടനല്ലേ ചേട്ടാ? ഇപ്പം ചേട്ടൻ എന്താണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാര്യം ചേച്ചിക്ക് ചേച്ചിയുടെ ഭാഗം എവിടെയും വന്ന് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ ചേച്ചിയെ ചേട്ടൻ എവിടെയും എന്തും എങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സിന് ചേട്ടൻ്റെതായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് ചേച്ചി ഈ രീതിയിൽ ചിത്രീകരിക്കാം, അതിലൊന്നും കുഴപ്പമില്ല.
പക്ഷേ ചേട്ടനെ ആരും ഒന്നും പറയാൻ പാടില്ല. അത് ചേട്ടന് സത്യം പറഞ്ഞാൽ ചേട്ടൻ ഭയങ്കര പേടിക്കുന്ന ഭയക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ബിഗ് ബോസ് ഹൗസിനകത്തും ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. കാര്യം ലാലേട്ടൻ എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇത്രയും പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചേട്ടൻ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ചേട്ടൻ അങ്ങനെ പുറത്ത് ആളുകളെ നെഗറ്റീവ് പറയുന്നത് പേടിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഇത്തരം ഇൻ്റർവ്യൂസിൽ വരാതിരിക്കുക. അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം സ്കിപ്പാക്കി ചേട്ടൻ പോവുക. ഓക്കെ, ചേട്ടൻ്റെ ഭാഗത്ത് ന്യായം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചേട്ടൻ മിണ്ടാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ചേട്ടന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ചിഞ്ചു ചേച്ചീനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കിന് ഇല്ലാക്കാതെ ചേച്ചി അടിച്ചു വിടുന്നു ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്ന ആളുകൾ ചിഞ്ചു ചേച്ചിയെ പറ്റി എന്താ വിചാരിക്കുക? ചിഞ്ചു ചേച്ചി അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫേക്ക് ആയിരിക്കും, അപ്പം സിബിൻ പറയുന്നതിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് ആളുകൾ ചിന്തിക്കും. അപ്പം നേരെ വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? നേരത്തെ ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, ചിഞ്ചു ചേച്ചിക്ക് ഇതുപോലെ വേറെ ആളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടൻ വേറൊരു സാധനം മൂപ്പർ സ്ലോക്കിൽ അടിച്ചു കൊടുത്തില്ലേ, ഇത് വീണ്ടും കുറേ ആളുകളുടെ തലയിൽ കിടന്ന് ചേച്ചി ഇത് വീണ്ടും ചേച്ചിയുടെ മണ്ടേ വന്ന് വീഴും. അപ്പം എന്താണ് സംഭവിക്കുക? അങ്ങനെ പ്രൈവറ്റ് സ്പേസിൽ നിങ്ങളുടെ സ്പേസിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കിത് പരിഹാരം ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ ചേട്ടൻ ചേച്ചി വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഒരുമിച്ചിരുന്ന് സോർട്ട് ചെയ്യേണ്ടായിരുന്നു. അല്ലാതെ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇതുപോലത്തെ ചേട്ടന് തോന്നുന്ന കാര്യങ്ങളും ഇതുപോലത്തുള്ള പച്ച കള്ളങ്ങളുമല്ല വന്ന് പറയേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ?